സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം അവസാന മിനിറ്റുകളിലെത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് നടക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് കോഴിക്കോടിനെ വെട്ടി കണ്ണൂർ വീണ്ടും ഒന്നാം സ്ഥാനത്ത്. സ്വർണ്ണക്കപ്പ് നേടാനുള്ള പോയിന്റ് പട്ടികയിൽ കണ്ണൂർ വീണ്ടും ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ ദിവസങ്ങളിലൊക്കെ കണ്ണൂരിന്റെ തേരോട്ടം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും കണ്ണൂരിനെ വെട്ടിച്ചുകൊണ്ട് കോഴിക്കോട് മുന്നോട്ട് കുതിക്കുന്നത് കണ്ടു. ഇത് അവസാന മണിക്കൂറുകളിൽ, അവസാന മിനിറ്റുകളിൽ വീണ്ടും കണ്ണൂർ കോഴിക്കോടിനെ വെട്ടി ഒന്നാം സ്ഥാനത്തേക്ക് ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിൽ വരുന്ന കാഴ്ചകളാണ്. ഇനി എത്ര മത്സരത്തിന്റെ ഫലങ്ങൾ വരാനുണ്ട്, എപ്പോഴാണ് കിരീടം ഉറപ്പിക്കാനാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കലോത്സവ നഗരിയിൽ നിന്ന് PC സൈഫുദ്ദീനോട് തന്നെ ചോദിച്ചറിയാം. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമാകും. യെസ്, സൈഫുദ്ദീൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സൈഫ്, ഫോട്ടോ ഫിനിഷ് എന്നുള്ളൊരു വാക്ക് ഏറ്റവും ആപ്റ്റായൊരു സമയമാണ് ഇതെന്ന് തോന്നുന്നു. ഇത്രയും നേരം മുന്നിൽ നിന്ന കോഴിക്കോടിനെ വെട്ടിച്ചുകൊണ്ട് കണ്ണൂർ വീണ്ടും മുന്നിലേക്ക് കയറിയിരിക്കുന്നു. ഇത് എപ്പോൾ ഉറപ്പിക്കാനാകും? ഈ സ്വർണ്ണക്കപ്പ് പാർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം? തീർച്ചയായും രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ഒരു വള്ളം കളി മത്സരം കാണുന്ന പ്രതീതിയിൽ തന്നെ നമ്മൾ ഇതിനെ കാണുകയാണ്. അല്പസമയം മുമ്പ് വരെ മുന്നിലിരുന്ന കോഴിക്കോടിനെ ഇതാ കണ്ണൂർ ഇപ്പം പിറകിലാക്കിയിരിക്കുന്നു. 3 പോയിന്റിന്റെ വ്യത്യാസത്തിൽ നിലവിൽ കണ്ണൂരാണ് മുന്നിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ മത്സരങ്ങളും നിലവിൽ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. 3 മണിയോടുകൂടി മത്സരങ്ങൾ പൂർത്തിയാകും എന്നുള്ള നേരത്തെ വിവരങ്ങൾ നമുക്ക് കിട്ടിയിരുന്നത്. അത് ഒരല്പം കൂടി വൈകി അങ്ങനെ 3:15 മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ എങ്ങനെയാണ് ഗോപാൽ കണ്ണൂർ ഇപ്പം മുന്നിൽ കയറിയത്? അതായത് സൈഫു, ഈ കോഴിക്കോടിനെ ഇന്നത്തെ ദിവസം പ്രധാനമായും പിന്തുണച്ചത് ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മേൽക്കോയ്മയാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അറബിക്, സംസ്കൃതം, ഈ 4ആയിട്ടായിരുന്നു തിരിച്ചിരുന്നത്. ഇതിൽ 3 ഇനങ്ങളിൽ കണ്ണൂരും ഹൈസ്കൂളിൽ മാത്രം കോഴിക്കോട് മുകളിലുണ്ടായിരുന്നു. ആ ഹൈസ്കൂൾ ഉണ്ടാകുന്ന മേധാവിത്വം നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ കോഴിക്കോട് തിരിച്ചടിയായിരിക്കുന്നത്. അതായത് ഹൈസ്കൂൾ വിഭാഗം നാടകത്തിൽ കണ്ണൂരിന് ഗ്രേഡ് ലഭിക്കാതിരുന്ന ഒരു നാടകം അപ്പീലിന് പോവുകയും അതിന് A ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ആ ഫലം ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് നിലവിൽ 237 ഫലങ്ങൾ വന്നു. അത് പ്രകാരം 242 പോയിന്റുകൾ, 942 പോയിന്റുകൾ കണ്ണൂരിനും 939 പോയിന്റ് കോഴിക്കോടിനുമാണ്. അപ്പോൾ 3 ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇനി ഏറെക്കുറെ മാറ്റം, അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ കണ്ണൂർ തന്നെ കപ്പ് ഉയർത്തും. കാരണം ഈ 2 ഇനമാണ് വരാനുള്ളത്. അതിൽ 2ൽ B ഗ്രേഡ് ലഭിച്ചാൽ പോലും കണ്ണൂരിന് വലിയ നേട്ടം ഉണ്ടാക്കി 3ാം കിരീടം ഇവിടെ കൊല്ലത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇനി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ കണ്ണൂർ കലാകിരീടത്തിൽ മുത്തമിടുമെന്നുള്ളതാണ്. 2 തവണയാണ്, അതായത് 62 വർഷങ്ങൾ നീണ്ട കലോത്സവത്തിന്റെ ചരിത്രത്തിൽ 2 തവണയാണ് കണ്ണൂരിന് കലാകൗമാരത്തിന്റെ ഈ കിരീടത്തിൽ മുത്തമിടാൻ കഴിഞ്ഞത്. അതിപ്പോ ഈ തവണയാണെങ്കിൽ അത് 3ാമത്തെ കിരീടമാകും. കോഴിക്കോടിനാണെങ്കിൽ 21 തവണയാണ് അവന്മാർ കിരീടം നേടിയത്. അതിപ്പോ ഇത്തവണയും കൂടി കിരീടം നേടുകയാണെങ്കിൽ 22ാമത്തെ കിരീടം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ലിജോ, ഈ ഹയർ സെക്കൻഡറി ഇനത്തിലെ ഒരു മികവാണെന്ന് തോന്നുന്നു അവസാന ഘട്ടത്തിൽ ഈ ഫോട്ടോ ഫിനിഷിംഗിൽ അവസാന ലാപ്പിൽ കണ്ണൂരിന്റെ മുന്നിൽ കയറാൻ സാധിച്ചത് അല്ലേ? തീർച്ചയായിട്ടും ഈ പോയിന്റുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. കണ്ണൂരിനെ നോക്കുകയാണെങ്കിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അവർക്ക് 440 പോയിന്റും കോഴിക്കോടിനാകട്ടെ 438 പോയിന്റ്. അവിടെ 2 പോയിന്റിന്റെ വ്യത്യാസം വന്നിരിക്കുന്നത്. ഗോപാൽ പറഞ്ഞതുപോലെ തന്നെ ആ വ്യത്യാസമാണ് ഇപ്പോൾ ഈ പോയിന്റ് നിലയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണെങ്കിൽ 502 പോയിന്റാണ് കണ്ണൂർ നേടിയിരിക്കുന്നത്. അത് കോഴിക്കോടാകട്ടെ 501 പോയിന്റ്. അതായത് 1 പോയിന്റിന്റെ വ്യത്യാസം. ഈ പോയിന്റുകളുടെ വ്യത്യാസം വന്നതോടുകൂടെയാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. കോഴിക്കോടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2007 മുതൽ തുടർച്ചയായി 2018 വരെ അവർ 12 വർഷം അടുപ്പിച്ചിങ്ങനെ കപ്പ് ഉയർത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം കഴിഞ്ഞ തവണ കപ്പ് ഉയർത്തി, ഇത്തവണ വീണ്ടും അവർ 2ാമത് നേടുന്ന പ്രതീക്ഷ. അവിടെയാണ് ഈ 62 വർഷത്തെ ചരിത്രത്തിൽ കണ്ണൂർ 3ാം തവണ ഒരുപക്ഷെ ഗോപാലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു B ഗ്രേഡ് ലഭിച്ചാൽ പോലും അത് കപ്പ് ഉയർത്തുന്ന ഒരു രീതിയിലേക്ക് കണ്ണൂരിനെ മാറ്റിപ്പെടും. പല സ്കൂളുകളായിട്ടാണ്, ഏതെങ്കിലും ഒരു സ്കൂളിന്റെ മിടുക്ക് മാത്രമല്ല, പല സ്കൂളുകളായിട്ടാണ് അതിന്റെ ഈ ഒരു കാര്യം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മേൽക്കോയ്മയായി വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഉദ്വേഗവും ആകാംക്ഷയും ആവേശവും അവസാന നിമിഷം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ത്രില്ലർ സിനിമ പോലെയാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ ആതിഥേയരായ കൊല്ലമായിരുന്നു മുന്നിൽ. അങ്ങനെയെങ്കിൽ കൊല്ലം ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കിയതാണ്. പക്ഷേ 2ാമത്തെ ദിവസം കഴിഞ്ഞോടുകൂടി പോരാട്ടത്തിന്റെ വീതിയിൽ നിന്ന് കൊല്ലം പതുക്കെ പിൻവാങ്ങുന്ന കാഴ്ച കാണുന്നു. കണ്ണൂർ പൊങ്ങി വരുന്നു. കണ്ണൂർ തന്നെയാകും ഒരു കലോത്സവത്തിന്റെ അവസാനത്തെ 2 ദിവസങ്ങളിൽ കണ്ണൂരായിരുന്നു പോയിന്റ് പട്ടികയിൽ
മുന്നിൽ നിന്നിരുന്നത്. അങ്ങനെയെങ്കിൽ കണ്ണൂർ തന്നെ കലാകിരീടം കൊണ്ടുപോകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കി. പക്ഷേ എല്ലാ കുറിയും നമ്മൾ പറയുന്നത് പോലെ തന്നെ ആദ്യ ദിനങ്ങളിലൊക്കെ പിറകിൽ നിൽക്കുന്ന കോഴിക്കോട് പതുക്കെ പതുക്കെ കയറി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഇത്തവണയും അതുപോലെ കയറി വന്ന ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഈ ഉച്ച വരെ കോഴിക്കോടായിരുന്നു മുന്നിലെങ്കിൽ ഇത് അല്പസമയം മുമ്പ്, ഒരു കാമണിക്കൂർ മുമ്പ് മാത്രം കണ്ണൂർ അതിഗംഭീരമായ ആകാംക്ഷയും ഉദ്വേഗവും നിറച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ ഒരു ത്രില്ലറിനൊടുക്കം ഇപ്പോ കണ്ണൂർ മുന്നിൽ കയറിയിരിക്കുന്നു. ഇനി ഏറെക്കുറെ കണ്ണൂർ തന്നെ കിരീടം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ കോഴിക്കോടിനും ഈ ഘട്ടത്തിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണെങ്കിൽ കൂടിയും കണ്ണൂർ ഏറെക്കുറെ ഉറപ്പിച്ചു എന്നുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത്. എന്നാലും കൊല്ലം സ്കൂൾ കലോത്സവം ബാക്കിയാക്കുന്നത് ഈ 117 കപ്പിന് വേണ്ടിയുള്ള ആവേശകരമായ പോരാട്ടം കൂടിയാണ്. എല്ലാ വേദികളിലും മികവാർന്ന അങ്ങേയറ്റം നിലവാരമുയർത്തിയുള്ള മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കൊല്ലം കലോത്സവം ബാക്കിയാകുന്ന ഏറ്റവും അവിസ്മരണീയമായ ഒരു സംഗതിയാണ്. അതിനപ്പുറത്തേക്ക് ഈ കലാകിരീടത്തിന് വേണ്ടിയുള്ള പോരാട്ടം മുമ്പെങ്ങും കാണാത്ത വിധം ആവേശവും ഉദ്വേഗവും നിറച്ചുകൊണ്ടുള്ള ഈ കപ്പിന് വേണ്ടിയുള്ള പോരാട്ടവും കൊല്ലം കലോത്സവം ബാക്കിയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് രേഷ്മ. കലോത്സവത്തിനായി സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഏറെക്കുറെ കണ്ണൂർ കപ്പ് ഉറപ്പിച്ചു എന്ന് സൈഫു പറയുമ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാം. ഒരു പക്ഷേ കോഴിക്കോടിന്റെ സാധ്യതകളെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനാകില്ല.